ഈ ശ്രീധുവിന് അങ്ങനെ ഇവിടെ ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങനെ ജ്യോതിഷത്തിൽ താല്പര്യമോ മറ്റു പരിഹാര കർമ്മങ്ങളിൽ എന്തെങ്കിലും താല്പര്യങ്ങളോ ആവശ്യങ്ങളോ ഉന്നയിച്ചിട്ടുണ്ടോ താങ്കളോട്? ഇല്ല ഇല്ല ഇല്ല, എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. അവരുടെ ഒരു കാര്യം അറിയില്ല. ഈ താങ്കൾ കുഞ്ഞുങ്ങൾ താല്പര്യങ്ങളെ കുറിച്ചും അറിയില്ല. താങ്കൾ അങ്ങനെ എന്തെങ്കിലും ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ടോ ശ്രീധുവിനോ അല്ലെങ്കിൽ ഹരികുമാറിനോ ശ്രീജിത്തിനോ? ദയവ് ചെയ്ത് ഈ സംഭവവുമായിട്ട് വക്രമായ രീതിയിൽ കൂട്ടിക്കെട്ടാൻ നിങ്ങൾ ശ്രമിക്കരുത്. എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചത് ഇവർ കൊടുത്ത പരാതി അന്വേഷിക്കാനാണ്. ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന്, ഇവരെ ഞാൻ മുട്ടയടിക്കാൻ പ്രേരിപ്പിച്ചു. ഞാൻ ഇന്ന് വരെ ഒരാളോട് മുട്ടയടിക്കാൻ പറഞ്ഞിട്ടില്ല. അതൊരു പരിഹാരമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. 2, പല ഘട്ടങ്ങളിലായി 35 ലക്ഷം രൂപ അവരിൽ നിന്ന് ഞാൻ വാങ്ങി, പല ഘട്ടങ്ങളിലായി വാങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ഘട്ടമെങ്കിലും, ഏതെങ്കിലും ഒരു ഘട്ടത്തിൻ്റെ ഒരു തെളിവെങ്കിലും ഒന്ന് കാണിച്ചാൽ നന്നായി. അത് 1. 3, ഞാൻ അവരോട് ഫോണിലൂടെ അനാവശ്യമായിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ പോലീസുകാരോട് പറഞ്ഞു, ഒരു മെസ്സേജ് എനിക്ക് കാണിച്ചു തന്നാൽ, അവരുടെ ഫോൺ വാങ്ങിച്ചിട്ട് ഒരു മെസ്സേജ് എന്നെ ഒന്ന് കാണിച്ചാൽ നിങ്ങൾ പറയുന്ന ഏത് ശിക്ഷയും തന്നോളൂ, ഏത് നിയമ നടപടി എടുത്തോളൂ. ഞാനങ്ങനെ മെസ്സേജ് അയച്ചിട്ടില്ല, എനിക്ക് മെസ്സേജ് വന്നിട്ടില്ല. ഇതാണ് വാസ്തവം. ഇങ്ങനെ ഒരു പണമിടപാട്, അത് അവർ പറഞ്ഞത് അവർ വസ്തു വാങ്ങുന്നതിന് വേണ്ടി ഞാൻ ബ്രോക്കറായി, ഇടനിലക്കാരനായിട്ട് നിന്നിട്ട് ഞാൻ പൈസ വാങ്ങുന്നതാണ്. ഞാൻ ഇന്ന് വരെ വസ്തു ബ്രോക്കറായി ഇരുന്നിട്ടില്ല. രണ്ടാമത് പറഞ്ഞത് വാഹനം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ, ഞാൻ വാഹന ബ്രോക്കറായിട്ടിരുന്നില്ല. അതെൻ്റെ ജോലിയല്ല, ഞാനങ്ങനെ വാങ്ങിച്ചിട്ടില്ല. ഈ ഒരു സ്ത്രീ ഒരു പരാതി കൊടുത്താൽ ഏത് തരത്തിലും ആരുടെ പേരിൽ ധാരണയുടെ പേരിലാണ്. ആ 7 മാസത്തിനു ശേഷം ഇങ്ങനൊരു പരാതി ആ സ്ത്രീ കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? കാര്യം അങ്ങനെ അത്ര വലിയ പരിചയമൊന്നും ഇല്ലല്ലോ. ഒരു 3-4 തവണ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ 7 മാസത്തിന് മുൻപാണ് അവസാനം കണ്ടതെന്നും താങ്കൾ പറയും. അതാണ് കണ്ടെത്തണമെന്ന് ഞാൻ പോലീസിനോടും ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോടും പറഞ്ഞ അതാണ്. ഈ പരാതിയുടെ പിന്നിൽ ആരോ ഉണ്ടാവാം. എന്താണ് അതിൻ്റെ പ്രചോദനം എന്ന് എനിക്കറിയില്ല. ഞാൻ നിരപരാധിയാണ്, 100% നിരപരാധിയാണ്.